Meet our new member. അവൻ ചിരിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒത്തിരി സൗണ്ട് കൂട്ടി പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി എനിക്ക്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ആൾ എൻ്റെ വയറ്റിലായിരുന്നു കേട്ടോ. ഇപ്പൊ ആള് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ആൾക്കൊരു 3 months തികഞ്ഞിട്ടുണ്ട്. മീറ്റ് അവർ ന്യൂ മെമ്പർ. അവൻ ചിരിച്ചു. മീറ്റ് അവർ ന്യൂ മെമ്പർ ആദം ഖുറേഷി. എന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ ഞാൻ അവനെ വെച്ചിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പൊ എന്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഒത്തിരി സ്പെഷ്യലാണ്. പിന്നെ ഇന്ന് നമ്മുടെ കണ്ടന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. യെസ്, സമേത ആയുർവേദിക്സിൽ ഉണ്ടായിരുന്ന എൻ്റെ പ്രസവ രക്ഷയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇതൊരിക്കലും നിങ്ങളൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് എടുക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേർ എന്നോട് ചോദിച്ചു, ഞാൻ ഇടുന്ന റീൽസ് ഒക്കെ കണ്ടിട്ട് എങ്ങനെയാണ്, എഫക്റ്റീവ് ആയിരുന്നു, പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ഞാൻ എടുത്തിരുന്നത് ഒരു 16 days പാക്കേജ് ആട്ടോ. അവർക്ക് പല ഇത്ര ദിവസത്തേക്ക് പല പാക്കേജസ് ഉണ്ട്. അതിൽ നിന്നും നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരെണ്ണം ചൂസ് ചെയ്തെടുക്കാം. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര നടുവേദനയായിരുന്നു. ഈ സെക്ഷൻ കഴിഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു 14 days ആയപ്പോഴത്തേക്ക് സ്റ്റിച്ച് എല്ലാം ഹീലായി. അതിനുശേഷമാണ് ഞാൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു രക്ഷയില്ലായിരുന്നു. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയത്. പിന്നെ വേറൊരു ഗുണം ഞാൻ സമേതയിൽ കണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മളെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരു ഡോക്ടറെ വിടും. ഇപ്പൊ എനിക്ക് ഹോം സർവീസ് ആയിരുന്നല്ലോ, ഒരു ഡോക്ടർ നമ്മുടെ ബോഡി കംപ്ലീറ്റ് നോക്കി ചെക്കപ്പ് ചെയ്തിട്ടാണ് എങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ചുമ്മാ ഒരു തെറാപ്പിസ്റ്റിനെ വിട്ടിട്ട് തെറാപ്പി കംപ്ലീറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പകരം അവര് ഒരു തെറാപ്പിസ്റ്റിന്, ഒരു ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്ത് എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ട്, സ്റ്റിച്ച് ഹീലായിട്ടുണ്ടോ അല്ലെങ്കിൽ നീരുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് ഫർദർ എന്ത് വേണം എന്നുള്ളത് തെറാപ്പിസ്റ്റിന് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാല് നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. വേണ്ട, ആ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു, അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ട് വായി. വാവയുടെ കുളിസീനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. കാരണം വാവ കുളിച്ചു കഴിയുമ്പോൾ കുറച്ചു നേരം കിടന്നുറങ്ങും. ആ സമയത്താണ് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുക. സമേതയുടെ തന്നെ ബേബി സോപ്പ്, ഹെയർ ഓയിൽ, സൂത്തനിങ് ഓയിൽ ഒക്കെ തേച്ചിട്ടാട്ടോ വാവയെ കുളിപ്പിക്കാറുള്ളത്. കുറച്ചു നേരം എണ്ണയൊക്കെ തേച്ച് അങ്ങനെ കിടത്തി അതിനുശേഷമാണ് കുളിപ്പിക്കാറുള്ളത്. നമ്മുടെ തെറാപ്പിസ്റ്റ് തന്നെയാണ് ഈ പരിപാടികളെല്ലാം ചെയ്യാറുള്ളത്. വാവ നോർമലി കരയാറില്ല, പക്ഷെ അന്നത്തെ ദിവസം കുറച്ച് നിർബന്ധം ഉണ്ടായിരുന്നു. ഈ ഷൂട്ട് ചെയ്യുന്ന കാരണം ഫുൾ അവന്റെ ടൈമിംഗ് ഒന്നും മാറിപ്പോയി. അതുകൊണ്ടാട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്തത്. ബാക്കി നമുക്ക് കണ്ടുവെക്കാം. നമ്മുടെ ഫേവറേറ്റ് പൊസിഷനിലേക്ക് വന്നല്ലോ. ഹലോ ഹലോ, എന്റെ ബാബി എവിടെ? മതി കുപ്പിച്ചെന്ന് പറയട്ടെ. നേരത്തെ കുപ്പിച്ചെന്ന് എന്താന്ന് ചോദിക്കേ. ഇന്ന് വീഡിയോ എടുക്കാൻ പോയിരുന്നല്ലേ? ഇപ്പൊ കണ്ടോ കറിയാത്തെ? ഇപ്പൊ കള്ളം കഴിയുന്നില്ല. ആരാ ചവിട്ടി കളഞ്ഞു? എന്റെ ഷോപ്പ് ഇപ്പൊ താഴെ പോയില്ലായിരുന്നോ? ഇവിടെ കള്ള സണ്ണിക്കുട്ട മൊത്തം പ്രശ്നം. ഞാൻ അടുപ്പിൽ ടവലെടുത്തിട്ട് വരട്ടെ. പിന്നെ എല്ലാം ഷടപടയെന്നായിരുന്നു. ഞാൻ ടവലെടുത്ത് വന്നപ്പോഴത്തേക്കും തന്നെ വാവേനെ കുളിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് വാവേനെ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി പെട്ടെന്ന് ഉറക്കി. എന്നിട്ട് വേണമല്ലോ നമ്മുടെ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ. അപ്പൊ ഞാൻ വാവ ഉറങ്ങുന്നതെന്ന് കാണിച്ചു തരാമേ. ഇത് കണ്ടോ, നല്ല സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ വാവേനെ കുളിപ്പിച്ചു. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഓരോന്ന് എന്തൊക്കെയാ സംഭവം എന്ന് ഞാൻ പറഞ്ഞു തരാമേ. ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ കിഴിയ. എനിക്ക് ഇത് നമുക്ക് ഫേഷ്യലിനുള്ളതാണോ? ഞാൻ കാണിച്ചു തരാവേ. ഇത് ഫേഷ്യലിന് മാത്രമായിട്ടുള്ളതാണോ?
ഫേഷ്യലിനും പിന്നെ അവരെ കിഴിയില്ല അതിനും കൂടെ പിന്നെ പാലും കൂടെ ബലക്കഷായം ഒഴിച്ചോ? ഓ അതാണ്, ഇതാണ് എന്താണ് ബലക്കഷായം. ഇത് പാല്. എനിക്ക് തന്നെ കുളിക്കാനായിട്ട് 2 കവർ പാല് വേണം എല്ലാ ദിവസവും. കുടിക്കാൻ പാലില്ല, അപ്പോഴാണ് കുളിക്കാൻ. ഇതിങ്ങനെ കുറുകി 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 ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുമ്പോൾ ഇതിൽ കിഴി കെട്ടിയിട്ട് അതിലാണ് പിന്നുള്ള പ്രയോഗം. ഓക്കെ, നമ്മൾ നമ്മുടെ യുദ്ധഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കിഴിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കിഴി ഞാൻ കാണിച്ചിട്ടെ. ദിസ് ഇസ് അവരുടെ കിഴി. ഈ പ്രോഡക്ട്സ് എല്ലാം ഒന്ന് കാണിക്കണമല്ലോ. അതിപ്പോ ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാമേ. അതൊന്ന് നോക്കിയിട്ട് പോയോ. നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഉറക്കമില്ലായ്മയൊക്കെ കൊണ്ട് നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത മൂഡിലായിരിക്കും എഴുന്നേക്കുന്നത്. രാവിലെ ഈ പ്രസവരക്ഷ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ ഹെഡ് മസാജിലൂടെ ആയിരിക്കും. നമുക്കത് കഴിഞ്ഞിട്ട് ഒരു ഹെയർ പാക്ക് ഒക്കെ വരുന്നുണ്ട്. ഹെഡ് മസാജ് ആണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിലൂടെ ആയിരിക്കും നമ്മുടെ പ്രസവരക്ഷയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് റിലാക്സിങ് ആണെന്നറിയോ ഈ ഒരു സെഷൻ. അതും നമ്മുടെ സമയത്തേട്ട് തന്നെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് അവർ ഈ മസാജ് സ്റ്റാർട്ട് ചെയ്യാറ്. അയ്യോ, നമ്മൾ ആ രാത്രി ഉറങ്ങാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ പോയി കിട്ടും. നമുക്ക് അത്രത്തോളം റിലാക്സേഷൻ ഉണ്ടാവും. ഞാനീ ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എത്രത്തോളം സുഖമുണ്ട് ആ മസാജെന്ന്. നമ്മുടെ ഓരോ ഹെയർ സ്ട്രാൻഡ്സിനും ആ ഓയിൽ ചെന്നിട്ട് അതിങ്ങനെ ഓരോ പൊസിഷനിൽ വെച്ച് തിരിച്ചും മറിച്ചും പിന്നെ ഉള്ളിലും പിന്നെ നമ്മുടെ ആ സമയം തന്നെ നമ്മുടെ ബാക്കിലൊക്കെ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് തരും. ഈ പോയിന്റ്സ് ഉണ്ടല്ലോ, പ്രഷർ പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് നെക്കിന്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ ആ സമയത്ത് തന്നെ നമുക്ക് മസാജ് കിട്ടും. അടിപൊളിയായിട്ട് ഈ ഒരു ഹെയർ ഓയിൽ സെഷൻ, മസാജ് സെഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ പാക്കിടൽ ചടങ്ങ്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ പോയി എടുത്തുകൊണ്ട് വന്നാണ് നമ്മുടെ ഹെയർ പാക്ക്. ഈ ഹെയർ പാക്ക് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഫുൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ട് ഇതെല്ലാം കൂടി വാരി കെട്ടി ഇങ്ങനെ വെച്ചേക്കും. നമ്മുടെ ബാക്കി ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്തെല്ലാം ഈ പാക്ക് നമ്മുടെ തലയിൽ ഉണ്ടാവും. അത് അത്രത്തോളം നമ്മുടെ തലയിലേക്ക് അബ്സോർബ് ആവുമല്ലോ. ഇതിനുശേഷം പാക്ക് ഇട്ടതിനു ശേഷം ക്യാപ്പ് വെച്ച് കവർ ചെയ്ത് സെക്യൂർ ആക്കി വെക്കും. അങ്ങനെ ഹെയർ സെഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഫേഷ്യലിലേക്കാണ്. എല്ലാ ദിവസവും ഫേഷ്യൽ ഉണ്ടാവാറില്ല. ഇത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട്, നമ്മുടെ ട്രീറ്റ്മെന്റ് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഫേഷ്യൽ തരുന്നുണ്ട്. അതെങ്ങനെയാന്ന് നോക്കാം. ഇതാണ് സമയതയുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ. ഇത് യൂസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ മസാജ് തരും. ഈ ഒരു മസാജിന് ശേഷം പാക്സ് കാര്യങ്ങളെല്ലാം ഇടാൻ തുടങ്ങും. ഈ ബ്രൈറ്റനിങ് ഓയിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് തുടങ്ങി ലാസ്റ്റ് ഡേ വരെയും നമുക്ക് ഫേഷ്യൽ മസാജ് തരുന്നത് ഈ ഓയിൽ വെച്ചിട്ടാട്ടോ. അത് നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പം ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫേഷ്യലിലും അവർ അത് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ സമയതയുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ യൂസ് ചെയ്തിട്ട് ഭയങ്കര റിസൾട്ട് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ പ്രഗ്നന്റ് ആയ സമയം മുതൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ രാത്രി ഈ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ യൂസ് ചെയ്ത് നല്ല രീതിയിൽ മസാജൊക്കെ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങും. രാവിലെ ആകുമ്പം സമയതയുടെ തന്നെ നാൽപ്പാമരാതി കഷായ സോപ്പ് യൂസ് ചെയ്തിട്ട് അത് നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യും. പക്ഷെ എനിക്ക് ഭയങ്കര റിസൾട്ട് ആയിരുന്നു. എൻ്റെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ബ്രൈറ്റൻ ആയി. എൻ്റെ ഫേസിലുണ്ടായിരുന്ന ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറഞ്ഞു, ഡാർക്ക് സർക്കിൾസ് കുറഞ്ഞു. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു കോംബോ ആട്ടോ. എനിക്കത് വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതിപ്പോ ഞാൻ എന്താണ് ഈ വീഡിയോയിൽ ഫുൾ ഇങ്ങനെ കൈയും കാലും ഒക്കെ എടുത്ത് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ തെറാപ്പി ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ധന്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അന്ന് നടക്കുന്ന രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും നമ്മുടെ സ്കിൻ കെയറിന്റെ കാര്യങ്ങളും അങ്ങനെ എല്ലാം ഞാൻ ധന്യമായിട്ട് സംസാരിക്കുന്ന സമയം ആ ഒരു ട്രീറ്റ്മെന്റിന്റെ അത്രയും സമയം, ആ സമയം വളരെ നല്ല രീതിയിൽ ഉറക്കമായിരിക്കും. അപ്പോ ഇതാണ് ഞാൻ ആ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഇടുന്നത് കാണാം. ഇതൊരു നല്ല സ്ക്രബ് കൂടിയാണ്. ഈ ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഇട്ട് സ്ക്രബ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് നമ്മുടെ ഫേസിൽ വെച്ചിരിക്കും. അതിനുശേഷമാണ് ഇത് വൈപ്പ് ചെയ്ത് മാറ്റുന്നത്. ശരിക്കും ഇത് എൻ്റെ ലൈഫിലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം
ദുവാമിയുടെ സമയത്തൊക്കെ, ദുവാമിയ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് നോർമലി നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന പോലെ ഒരമ്മ വീട്ടിൽ വന്നിട്ട് വേദകുളി കുളിപ്പിച്ചിട്ട് പോകുമായിരുന്നു. ജസ്റ്റ് എണ്ണ കുറച്ചു നേരം തേച്ച് പിടിപ്പിക്കും, അതിനുശേഷം വേദകുളിയിലേക്ക് കിടക്കും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതെനിക്ക് ടോട്ടലി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ എന്തൊക്കെ സ്റ്റെപ്പാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്കിത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. ഇത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഇത്രയും നന്നായിട്ട് ഞാൻ എന്താണോ അന്ന് എക്സ്പീരിയൻസ് ചെയ്തത് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പാക്കേജസ് എല്ലാം ചൂസ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 16 days പാക്കേജ് ആയിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര ദിവസത്തെ പാക്കേജ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അത് നിങ്ങൾ നോക്കിയിട്ട് സമയത്തെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജിലും ഉണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഇട്ട സ്ക്രബ് കംപ്ലീറ്റ് കുറച്ച് സമയം ഒന്ന് വെച്ചിരുന്നിട്ട് അത് വൈപ്പ് ചെയ്ത് കളയാണ്. ഇതിനുശേഷം വരുന്നത് സ്റ്റീമിംഗ് ആട്ടോ. സ്റ്റീമിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യും. അതിനുശേഷം ഒരു ഫേസ് പാക്ക് ഉണ്ട്, ആ ഫേസ് പാക്ക് ഇട്ട് കുറച്ചു നേരം ഒന്ന് വെക്കും. അതും കഴിഞ്ഞതിന് ശേഷം ഞവര പാക്ക് ഇടും. ഇതാണ് ഫേഷ്യലിന് വരുന്ന ഫുൾ പ്രൊസീജിയർ. ഓക്കെ, ഫുൾ വൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് സ്റ്റീമിങ് തുടങ്ങി. എൻ്റെ കയ്യിൽ സ്റ്റീമർ വേറെ ഉണ്ടായിരുന്നില്ല വീട്ടിലായതുകൊണ്ട്, അതുകൊണ്ട് ഈ സ്റ്റീമറൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അതിനിടയിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു പ്രോസസ്സാണ്. കാരണം ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നത് എനിക്ക് എപ്പോഴും അത് പെയിൻഫുൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്കിത് അത്ര ഇഷ്ടമുള്ള സെഷൻ അല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാക്ക് ഇടും. ഈ പാക്കാണ് നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുന്നേ നമ്മുടെ ബ്രൈറ്റനിങ് ഓയിൽ തേച്ചതിന് ശേഷം ഈ പാക്കറ്റ് കുറച്ചൊന്ന് മസാജ് കൊടുത്തിട്ട് ഈ പാക്ക് അങ്ങനെ വെച്ചിട്ടാണ് നമ്മുടെ ബാക്കി പ്രസവരക്ഷ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതും ഓരോ ദിവസം ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് പൊടിക്കിഴിയായിരിക്കും, അത് കഴിയുമ്പോൾ നാരങ്ങക്കിഴി വരും, അതും കഴിയുമ്പോഴത്തേക്കാണ് ഞവരക്കിഴി വരുന്നത്. ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് ഞവരക്കിഴി ചെയ്യുന്ന ദിവസത്തെ ആട്ടോ. കണ്ടില്ലേ, ആ ഫേസ് പാക്കും ഒന്ന് കുറച്ചു നേരം ഇട്ടതിന് ശേഷം അതും വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടാൻ പോകുന്നതാണ് എൻ്റെ ഫേവറേറ്റ് വൺ, ഞവര. ഇത് ഞവര ഒരു കുഞ്ഞു കിഴി കെട്ടിയതാട്ടോ. ഇത് നമ്മുടെ ഫേസിന് നല്ല രീതിയിൽ മസാജ് ചെയ്യും. ഇത് ശരിക്കും ഞാൻ ഇപ്പോഴും ഇടുന്നുണ്ട് കേട്ടോ, ഭയങ്കര നല്ലതാണ്. നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആവാനൊക്കെ നല്ലതാണ് ഇത്. ഇനിയിപ്പം ഈ ഫേസിലുള്ള പരിപാടി കഴിയുമ്പോഴത്തേക്ക് ബോഡി കംപ്ലീറ്റ് ഇന്നും നമ്മൾ ഞവരക്കിഴ ചെയ്യുന്നത്. ഇതുണ്ട്, ഇത് ഞവരക്കിഴിട്ട് മസാജ് ചെയ്ത് വരുമ്പം ആ ഞവര കംപ്ലീറ്റ് നമ്മുടെ ഫേസിലാവുന്നതാണ്. ഈ ഒരു കൊലം ആരും പേടിക്കരുത്. ഈ ഒരു രീതിയിലായി കഴിയുമ്പോഴത്തേക്ക് ഞവര നല്ല രീതിയിൽ ഫേസ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇങ്ങനെ കുറേ നേരം ഇനി ഇരിക്കും. ഇത് കണ്ടോ, എന്നെ ഉണക്കാനിട്ട പോലില്ലേ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങുന്നത്. നമ്മുടെ ഞവരക്കിഴി എൻ്റെ ദേഹത്തെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പല രീതിയിൽ നല്ല രീതിയിൽ ബോഡി കംപ്ലീറ്റ്ലി മസാജ് ചെയ്യും. ഈ മസാജിന്റെ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ ബോഡിയിൽ ആദ്യം നീരുണ്ടായിരുന്നു. ഈ നീരൊക്കെ നമ്മുടെ തെറാപ്പിസ്റ്റ് തന്നെ കണ്ടുപിടിച്ചിട്ട് ആ ഭാഗമൊക്കെ ആദ്യത്തെ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഉടച്ചു വിടും. ഈ ഉടച്ചു വിട്ടതിന് ശേഷം ആ സമയം ഭയങ്കര പെയിനൊക്കെ ആയിരിക്കും. അതിനുശേഷം ഉണ്ടല്ലോ എന്ത് സുഖാന്നറിയോ, ഫുൾ നമ്മുടെ പെയിൻ എല്ലാം പോയി നമ്മുടെ ബോഡി ഫുള്ളി റിലാക്സ്ഡ് ആവും. ഈ ലാസ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ബോഡിയിൽ പിന്നെ പെയിൻ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഞാൻ ഓക്കെ ആയി. ഭയങ്കര ഉന്മേഷമൊക്കെ ആയിരുന്നു, കാരണം ഒരു വലിയൊരു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന്റെ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബോഡി മസാജ് കഴിഞ്ഞാൽ നമ്മളെ വേദകുളിയാണ് പിന്നെ തുടങ്ങാൻ പോകുന്നത്. ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരാമേ. ഞാൻ വേദകുളിയൊക്കെ കഴിഞ്ഞിട്ട് എത്തി. ഇന്ന് ഞങ്ങള് വേദകുളിയോടൊപ്പം തന്നെ സോപ്പൊക്കെ തേക്കാൻ നമ്മുടെ ധന്യ സമ്മതിച്ചു. അല്ലെങ്കിൽ നമ്മള് മറ്റേ ഇത് മാത്രമല്ലേ യൂസ് ചെയ്യുള്ളൂ, ഈ ആയുർവേദിക് മറ്റേ പൊടികളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സോപ്പ് യൂസ് ചെയ്യാറില്ല. അടുത്ത ആയുധവുമായിട്ട് നിൽക്കുക. ഇത് നമ്മുടെ ആഫ്റ്റർ ബാത്ത് സെഷൻ ആണ്. അതിനകത്ത് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ഈ ജലദോഷം പനിയൊന്നും വരാതിരിക്കാനായിട്ട് ഇവർ കുറെ സംഭവങ്ങൾ ചെയ്യും. ഇതിന്റെ പേരാണ് ധൂമപാനം. ഇത് എന്താ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാമേ. ഇത് ഓരോ മൂക്കിലും മറ്റേ 3 തവണ വെള്ളമിട്ടെടുത്തിട്ട് വായിക്കൂടെ വിടണം.
എന്തിനാ ജലദോഷം വരാതിരിക്കാനേ. എനിക്ക് ഈ ഒരു സാധനം മാത്രം എനിക്ക് ഇഷ്ടമല്ല. അത് പക്ഷെ ധന്യോട് പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നടക്കില്ല, എല്ലാം ചെയ്തേ പറ്റൂ. ഇത് കണ്ടോ, സമേതയുടെ തന്നെ ലിപ് ബാം. ഇത് ആരുടെ ഫേവറേറ്റ് ആണെന്നറിയോ? അതെടുക്കാനാണോ ഒന്ന്? തരത്തില്ല. ഇതെന്താ ലിപ് ബാമാ? കണ്ണെഴുതുന്ന സാധനമൊക്കെ പിന്നെ ഏതോട്ടിരിക്കുന്നു? അപ്പൊ കുളിച്ചാ ഇടുക്കി നല്ല ലിപ് ബാമാണ്. ഞാൻ ഈ ഒരു എന്താ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത്, അതായത് എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വേറെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യാറില്ലായിരുന്നു. ഇവര് മറ്റേ വേദികളിലേക്ക് കുളിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എനിക്ക് ആകെ ഉള്ള മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ സമേതയുടെ തന്നെ കാജലും ലിപ് ബാമും. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അനുവദിക്കില്ല. എന്താവേ? ഓക്കെ, അങ്ങനെ എന്റെ ഈ മേക്കപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത രാസ്നാദി തിരുമണം. അയ്യോ, ഇത് നമ്മുടെ ഓക്കെ. ബഹളം ഉണ്ടാക്കല്ലോ. അതെ, ഭയങ്കര മാറ്റമുണ്ട് കേട്ടോ. എന്നെ കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവുമായിരിക്കും, നല്ല മാറ്റമുണ്ട്. ഇന്ന് പിന്നെ സമേതയുടെ തന്നെ ആയുർവേദിക് ഷാമ്പു ഒക്കെ യൂസ് ചെയ്തിട്ട് എന്നെ തല കഴുകാൻ സമ്മതിച്ചു. ആ എണ്ണയുടെ ഇതൊക്കെ പോയി. രാസ്നാദി കഴിഞ്ഞു. ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ സമേതയെ പറ്റിയിട്ട്. നിങ്ങൾ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇനി തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. സമേതയെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ അതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങൾക്കും കൂടി ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാലും മതി, അവരുടെ പേജ് അതിൽ കാണാം, ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ സ്കിൻ ടോണൊക്കെ ഇല്ല, പൊട്ടിയില്ല. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ സെഷൻസ് എല്ലാം പൂർത്തിയായി. ശരിക്കും ഇത് 2 ദിവസമായിട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇന്നലെ ഞാൻ ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ എന്തൊക്കെയോ കാരണം വാവ പിന്നെ ബാക്കി എടുക്കാൻ സമ്മതിച്ചില്ല. വാവ കരച്ചിൽ ബഹളമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് വീഡിയോ ഹാഫ് വേ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയി. അപ്പോൾ ഇന്ന് ഞവരക്കിഴൊക്കെ ഇന്ന് സെപ്പറേറ്റ് ഷൂട്ട് ചെയ്തതാണ്. സോ ഇന്ന് ധന്യയുടെ ലാസ്റ്റ് ഡേ ആണ്. എന്നെ ധന്യക്കുട്ടി പോവാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത എൻ്റെ ഒരു പ്രസവരക്ഷയുടെ ഒരു ചെറിയൊരു പോർഷനാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിനകത്ത് ഞാൻ എൻ്റെ ഫുഡിൻ്റെ ഒരു മെനു ഒന്നും പറഞ്ഞിട്ടില്ല. ഫുഡും ഒക്കെ നമ്മൾ അവരുടെ ഡയറ്റ് പ്രകാരം തന്നെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ എൻ്റെ സ്കിന്ന് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഞാൻ 16 days പാക്കേജാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം തന്നെ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല, അപ്പം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ താങ്ക് യു സോ മച്ച് സമീത. എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ധന്യയോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ധന്യ അടിപൊളിയായിട്ട് ചെയ്തു. ഞാൻ അത്രയും കംഫർട്ടബിളായിട്ട് തന്നെയായിരുന്നു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തത്. ഇതുപോലെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സമയത്ത് ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.